പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് കാനഡയിലൊരു ദേവാലയത്തിൽ ഒരു പുരോഹിതൻ അവൻ്റെ അഹങ്കാരം, അതായത് കാതോലിക്ക ഏതവനായാലും വരുന്നതിന് നീ പിരിവ് പിരിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് വേണം. അവൻ പറഞ്ഞ വാക്കറിയാവോ? കാതോലിക്ക വരുന്നതിന് മുമ്പ് ഓരോരുത്തർ $100 വീതം തന്നിരിക്കണം. കാതോലിക്ക പോയി കഴിഞ്ഞാലും തരുന്നില്ല എങ്കിൽ അത് ഞങ്ങൾ മേടിച്ചിരിക്കും എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഞാനൊരു ലൈവ് ചെയ്തിരുന്നു. അപ്പം ഞാനത് ഇനി ഒരു കാര്യം കൂടെ പറയുക. ഇവരൊക്കെ കാനഡയിൽ ഈ കുഞ്ഞുങ്ങൾ ആരൊക്കെ എന്തൊക്കെ ലോൺ എടുത്ത് പഠിച്ചിട്ട് അവിടെ ഒന്ന് ലോൺ അടയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു ഈ തന്തയ്ക്ക് പറക്കാത്തവന്മാർക്കറിയാവോ? നിന്റെ കാതോലിക്കാൻ മറ്റിടത്തുനിന്ന് വരുന്നെന്ന് പറഞ്ഞിട്ട് $100 അല്ലേ ഈ തരുന്നില്ല എങ്കിൽ അത് മേടിക്കും ഞങ്ങളെന്ന് പറയാൻ നിനക്കെന്താ അഹങ്കാരമാണ്? നീ ആ കുപ്പായ വിട്ടുകൊണ്ട് അവിടെ നിന്നാൽ എന്ത് കിട്ടും? ഈ പിള്ളേരെ കാശ് തന്നില്ലെങ്കിൽ നീ എവിടുന്ന് എടുത്ത് ഒരു നേരത്തെ ആഹാരം കഴിക്കും? ദരിദ്രവാസി, നീ ഒരു ദൈവിക വേല ചെയ്യുന്നവരാണോ? ഇത് തന്നെയാണ് നടക്കുന്നത് ഇന്ന് ലോകത്ത് മുഴുവൻ. ഒരു പാവം പിടിച്ചവൻ മരിച്ച്, ഇന്ന് കേരളത്തിൽ നടക്കുന്ന പാവം പിടിച്ചവൻ മരിച്ചാൽ അവനെക്കുറിച്ച് മരിച്ചു എന്ന് അറിയിച്ച് ദേവാലയത്തിൽ അറിയിച്ചാൽ ഉടനെ അവൻ്റെ ഫയലെടുത്തിട്ട് അവൻ എന്തുമാത്രം കുടിച്ച കൊടുക്കാനുണ്ടെന്ന് നോക്കും. അത് അടച്ചില്ലെങ്കിൽ അവന് അടക്കത്തില്ല. എൻ്റെ പൊന്നു മക്കളെ, കാതോലിക്ക ആരാന്ന് നിനക്കറിയാമോ? ലോകത്തോട് ഞാൻ പറയണം, ദരിദ്രവാസികളെ, കോർത്ത സഭയിലെ കള്ള വിശ്വാസികളെ, ഈ കാതോലിക്ക തോമസ് മാർ അത്താനോസിൻ്റെ മരണത്തിൽ FIRലെ 1ാമത്തെ പ്രതിയും ഇപ്പോൾ അവൻ്റെ കൂടെ കാറിലായി ചെല്ലുന്ന ഉണ്ടക്കള്ള ജൂലിയോസ് 2ാം പ്രതിയുമാണ്. രണ്ടിനെ നിങ്ങൾ തോളിലെത്തിക്കൊണ്ട് നടക്കുക. മക്കളെ, ഇപ്പോൾ ന്യായീകരിച്ചുകൊണ്ടൊരു പെങ്കൊച്ചിറങ്ങിയിരിക്കുക. അവൾക്ക് എന്തുവാ കിട്ടുന്നുള്ളത് എനിക്കറിയാം. ഒരു പെങ്കൊച്ചിറങ്ങിയാൽ അവൾക്ക് എന്ത് കിട്ടുമെന്ന് എനിക്കറിയാം. നീ അത് ചെയ്ത് ജീവിച്ചു. അതുകൊണ്ട് ആത്മീയം എന്നുള്ളതിനെ വേറെ വിധത്തിൽ ന്യായീകരിക്കരുത്. ആ പുരോഹിതൻ പറഞ്ഞത് തെറ്റാണോ ഇല്ലയോന്ന് എടീ നിനക്ക് പറയാമോ? നീ അവൻ പറഞ്ഞ ഒരു വാക്ക് അത് ശരിയായിട്ട് അവൻ പറഞ്ഞത് നിനക്കൊന്ന് ഉച്ചരിക്കാവോ? അതായത് കാതോലിക്ക ബാവ, പരിശുദ്ധ കാതോലിക്ക ബാവ പോയാലും ആ കാശ് തരാത്തവരുടെ ഇത് ഞങ്ങൾ ഈടാക്കും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ
റിപ്പീറ്റ് ചെയ്യുക. എടാ കുടം പിടിക്കാത്തവന്മാരെ, ഇനിയും ആരാണ് നിൻ്റെയൊക്കെ മുമ്പിൽ കുമ്പസാരിക്കാനോ അല്ലെ മാമോദിസയ്ക്കോ അല്ല എങ്കിൽ വിവാഹത്തിനോ അല്ലെങ്കിൽ മരണാനന്തര ശുശ്രൂഷയ്ക്കോ ഇനിയുള്ള കാലം വരുമെന്നുള്ളത് നിങ്ങൾ ഓർക്കുക. പറഞ്ഞു തരാം. നിങ്ങളെ പുരോഹിത അവിടെ ഒരു വലിയ പള്ളി പണിതെന്ന് പറഞ്ഞു. എടാ നീയോ നിന്റെ കുടുംബമാണോ പണിത്? പുരോഹിത വർഗമേ, ഞാൻ ചോദിക്കാം, കാതോലിക്ക മറ്റേതും പൊക്കിക്കൊണ്ട് അങ്ങോട്ട് വന്നു കൂതാ ചെയ്യാൻ. അതിനാ $100 വെച്ച് ഓരോരുത്തരും കൊടുക്കണം. ശരി, എന്നാൽ ഈ ദേവാലയം പണിത് ആരുടെ കാശ് കൊണ്ടാണ്? നിൻ്റെയോ നിൻ്റെ അപ്പൻ്റെ കാശ് കൊണ്ടാണോ? കാതോലിക്കാനൊക്കെ അപ്പൻ്റെ കാശ് കൊണ്ടാണോ? അല്ലെങ്കിൽ സഭയുടെ കാശ് കൊണ്ടാണോ? നീയൊക്കെ പറയും ദരിദ്രവാസികളെ. ഞാൻ പറഞ്ഞുതരാം. ഇന്നും കാരണമായി കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുന്നു. നിൻ്റെ ഒരു നേരത്തെ ഒരു റിപ്പോർട്ട് ഇട്ടിരുന്നു, ഒരു വീഡിയോ. അവൻ്റെ പേര് ഞാൻ ഞാൻ പറയാം, മോറന്മാർ ജിയർ കീറിയോസ്. ഏതോ ഒരു തെറ്റുവാസി യാക്കോബ സഭയിൽ നിന്ന് ഓർത്തഡോക്സിൽ വന്ന് സ്ഥാനം പിടിച്ച് ഇവരൊക്കെ രാഷ്ട്രീയത്തെക്കാൾ അപ്പുറമാണ് തെറ്റുവാസികൾ. ഇവരൊക്കെ അവരിന്നും പറയുന്നത് രാഷ്ട്രീയമായി. ഈ പട്ടി ഇവരൊക്കെ ഈ കുപ്പായം വിട്ടേച്ച് ഇവരെന്തിനാ ആത്മീയ വേലയെന്നും പറഞ്ഞ് ഈ കുപ്പായം വിട്ടേച്ച് ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് നടക്കുന്നു? നിൻ്റെയൊക്കെ ജോലി എന്തുവാ മക്കളെ? ഒരു ആത്മീയ നേതാവെന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും സമയം പാലിച്ച് ഏത് പ്രശ്നമുണ്ടായാലും അതിനുവേണ്ടി പ്രാർത്ഥിച്ചും എല്ലാ വിധത്തിലും മൗനം പാലിച്ചും ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പഴയകാലത്ത് അങ്ങനായിരുന്നു. ഇന്നത്തെ ഈ ഉമ്മാരൊക്കെ കൂമ്പ വീർപ്പിച്ച്, കൂമ്പ മാത്രമല്ല അവൻ്റെയൊക്കെ കീശ വീർപ്പിക്കുക. ആ പുണ്ടച്ചി മോളെന്ന് പറഞ്ഞത് കാതോലിക്ക ബാബ വന്നിട്ട് കളക്ട് ചെയ്യുന്ന കാശ് സഹോദരൻ ഫണ്ടിൽ കൂടി. ഏതായി സഹോദരൻ ബാവായിക്ക് സഹോദരൻ ഫണ്ട്? ആരായത്? നിങ്ങളൊന്നും അറിയുന്നില്ല. നീയൊക്കെ എടേ നിനക്ക് കിട്ടുന്നത് മേടിച്ച് മറ്റിടത്ത് വെച്ചാൽ മതി. മറ്റുള്ളവരെ വിദ്യയാക്കരുത്. കാതോലിക്ക ബാവ ആരെന്നും ഉണ്ടയൂലിയോസ് ആരെന്നും എല്ലാവർക്കും അറിയത്തില്ല. ഭാവിയിൽ അതറിയും. എന്തുകൊണ്ട്? കാതോലിക്ക ബാവയുടെ സഹോദരൻ ഫണ്ടിലേക്ക്. അതാരായി സഹോദരൻ? പറഞ്ഞു തരാം. ഈ കാതോലിക്ക ബാവ അവൻ പഠിച്ച സ്കൂള്, ആ സ്കൂളെന്ന് പറഞ്ഞാൽ ഒരു ഇടവകയുടെ സ്വന്തമായിട്ടുള്ളതാണ്. അത് കായ്ക്കലാക്കാൻ നോക്കിയ കള്ളനാണ് ഈ കാതോലിക്കായും അവൻ്റെ സഹോദരനും. ഇവൻ്റെയൊക്കെ പേരിൽ ഇവനെയും
ഈ കാതോലിക്കായും അവൻ്റെ സഹോദരൻ്റെ പേരിൽ എത്ര ട്രസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയാവോ? നീയൊക്കെ കാണുന്നവനെ കണ്ട അപ്പ എന്ന് വിളിച്ചോണ്ടിരുന്നാൽ മതി. മക്കളെ, കാലം കഴിഞ്ഞു. ഇനിയും നമുക്ക് ഓരോന്ന് കണ്ടോണ്ടിരിക്കുക. കാതോലിക്കല്ല, ഏതവനായാലും അവർ ചെയ്യുന്നതിൻ്റെ ഫലം നേരത്തെ കിട്ടിക്കൊണ്ടത് ഇപ്പോൾ അതത് സമയത്ത് കിട്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എലിജിപ്പൻ്റെ നിനക്ക് കാശ് വേണമെങ്കിൽ വേറെ പണി നോക്കണേ. നീ ന്യായീകരിക്കാൻ വരുത്. നേരത്തെ ഒരുത്തരുണ്ടായിരുന്നു, അവൻ്റെ പേര് അവന് നേരത്തെ ഓർത്തഡോക്സ് ന്യായീകരിച്ചുകൊണ്ടിരുന്ന കാരണം അവൻ ആരെന്നറിയാമോ? അവൻ്റെ ആദ്യത്തെ ഭാര്യയെ തൊഴിച്ചു കൊന്ന് അവന് 4 പെൺമക്കളൊറ്റയായിരുന്നു. അതിൻ്റെ ഒന്നിനെ കിട്ടിക്കുന്ന ഒരു പുരോഹിതനാണ്. ഇപ്പോൾ മറ്റേ ഓർത്തഡോക്സയെ ന്യായീകരിക്കുന്ന വിട്ടച്ച് അതിലും വലിയൊരു ഇത് എടുത്തിരിക്കുക യൂട്യൂബിൽ. അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. ബെന്നി കോട്ടപ്പുറമോ ഏതോ അങ്ങനെ ഒരു മനുഷ്യനാണ്. ഞാനീ പറയുമ്പോൾ അവനത് കാണുകയാണെങ്കിൽ അവന് എന്നെ വിളിച്ചോളും. ഞാൻ പറയാം, മക്കളെ, ദൈവത്തിന് നീതിയല്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഇവരൊക്കെ ഈ ഓർത്തഡോക്സ് കാതോലിക്ക പറഞ്ഞു, ഞാൻ എൻ്റെ കാറിന് പെട്രോൾ കാണിക്കുന്നതിൻ്റെ കണക്ക് വരെ ഉണ്ടെന്ന്. ആരെ കാണിക്കുന്നത്? എല്ലാ കള്ളന്മാരുമാണ് ദേവലോകത്തിരിക്കുന്നത്. വേണ്ട, ചെങ്ങന്നൂർ ബദേൽ അരമനയിൽ വരെ വരുന്ന ഈ കള്ളൻ കാതോലിക്ക കവർ കളക്ട് ചെയ്തു. അവിടെ ഇവനെണ്ണി നോക്കുന്നുണ്ടോ, അതോ ഇവർ കൊടുക്കുന്നതിന് വല്ല രസീത് കൊണ്ടോ? ഇല്ല. അവൻ പറയുന്നത് തന്നെ, അവൻ പറഞ്ഞത് ദേവലോകത്തിൽ ചെന്നാൽ അവിടെ എല്ലാം ഇവൻ്റെ ചിങ്കിടികളായിരിക്കുന്നത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കും. അവരുടെ വിധമെടുത്തിട്ട് അവിടെ കാണിക്കുമോന്ന് തന്നെ എനിക്ക് സംശയമാണ്. എൻ്റെ വാസിലെ ഓർത്തഡോക്സ് സഭയിലെ തന്തയ്ക്ക് പിറക്കാത്ത മെത്രാൻ പുരോഹിതന്മാരെ ഏതായാലും ദിയസ്കോറോസോ ഏതോ ഒരു നിർവാസി അവൻ ഏതായാലും അധികം താമസിയാതെ എവിടെയെങ്കിലും എത്തിച്ചേരും. ഞാൻ ആരോടൊന്നും പറയുന്നില്ല. മക്കളെ, നിങ്ങൾ ബൈബിൾ വായിക്കുകയും നിങ്ങൾ അവിടെ ഇവിടെ ഓർണ്ട. ഇപ്പം മർത്തമറിയ സമാജത്തിൻ്റെ ഒരു വലിയ സമ്മാനം എങ്ങാണ്ട് നടക്കാൻ പോകുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ മർത്തമറിയ സമാജമെന്ന് ഈ ഓർത്തഡോക്സ് സഭയുടെ ഈ കൂട്ടായ്മയ്ക്ക് പേരിലൊക്കെ മാർത്തയും മറിയും അവർ വിവാഹം കഴിച്ചിട്ടില്ല. അവർ ലാസറിൻ്റെ സഹോദരിമാരാണ്. നിങ്ങൾ മറ്റവളുമാരെ നീയൊക്കെ
കുടുംബം ഉപേക്ഷിച്ച് നിങ്ങളെ മർത്തമറിയുമല്ലേ? ഏതാ മർത്തമറിയും? നിങ്ങളൊക്കെ എവിടുത്തെയാ?